Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. നമ്മൾ ഓഡിറ്റ് ആണല്ലേ എടുത്തുകൊണ്ടിരുന്നത്. ഓഡിറ്റ് എടുക്കാം, ഒപ്പം തന്നെ എത്തിക്കൽ, അതിന്റെ ആ ഒരു PDF എടുക്കാം. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഓഡിറ്റ് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ടുള്ള എന്തെങ്കിലും അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാതെ ഓഡിറ്റിന്റെ ബാക്കി ഭാഗം ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. Yes, ma'am. അപ്പൊ ഓഡിറ്റിങ് എന്താന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡൗൺ ആയി പോയത് എന്നതൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഓഡിറ്റ് നടത്തുക. ഓഡിറ്റിന് പ്രധാനമായിട്ട് സ്റ്റാൻഡേർഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള പെർഫോമൻസുകൾ വിലയിരുത്തുന്ന രീതിയാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അപ്പൊ കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടിച്ചേർക്കുകയും, അല്ലെങ്കിൽ കുറച്ച് കളയേണ്ട സമയക്രമമൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടോ അതനുസരിച്ചിട്ട് ഭേദഗതികൾ വരുത്തുന്നതാണ് ഓഡിറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസ് തുടങ്ങിയാണ് നമുക്ക് എടുക്കാനുള്ളത്. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ്? നമുക്കറിയാം, എന്താ പറയാ, പേഷ്യന്റിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള ഓഡിറ്റുകളും ക്ലിനിക്കൽ ഓഡിറ്റിൽ പെടും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാം, നഴ്സുമാരും അവരുടെ അസിസ്റ്റന്റ് പേഴ്സൺസ് ഒക്കെ അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം അതിനോടൊപ്പം തന്നെ അവർ കൊടുക്കുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പെടുന്നത് കൊണ്ട് തന്നെ എല്ലാം അതിൽ ഉൾപ്പെടുത്താം. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എന്താണ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ഈ ഓഡിറ്റ് നടത്തുന്നതോടൊപ്പം തന്നെ ഇത് അതിന്റെ ഒരു വശം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം കൂടി കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അതായത് നഴ്സുമാരാണെങ്കിലും മറ്റ് അസിസ്റ്റന്റ് പേഴ്സൺസിനാണെങ്കിലും അതിലൂടെ കുറച്ച് വിവരങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ? അപ്പൊ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റും. എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലൂടെ പഠിച്ചെടുത്ത് മനസ്സിലാക്കി അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. റിസോഴ്സ് എഫക്റ്റീവ്നെസ്, അതായത് നമ്മൾ ഉപയോഗിക്കേണ്ട വിഭവശേഷി, അത് എന്തൊക്കെ വിഭവങ്ങളാണോ അത് നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓഡിറ്റ് നടത്തുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ഫോൾട്ട് സംഭവിച്ചിരിക്കുന്നത്. അത് വിഭവങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാനൊക്കെ അറിയാം. നമുക്കറിയാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വിഭവശേഷിയുണ്ട്. അതെല്ലാം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ദെൻ റൈസസ് സ്റ്റാൻഡേർഡ്സ്, അതായത് നമുക്ക് ഇത് അല്ലെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓരോ പ്രാവശ്യം ഓഡിറ്റ് നടത്തുമ്പോഴും എന്താണ് ഫോൾട്ട് എന്ന് കണ്ടെത്തി അതിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പൊ അതിന്റെ നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രൊമോട്ട്സ് ചേഞ്ചസ്, മാറ്റങ്ങൾ വരുത്താനായിട്ട്, അല്ലെ എന്തെങ്കിലും ചേഞ്ചസുകൾ വരുത്തുക എന്നതാണ്. അതിലൂടെയാണ് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം ഉണ്ടാകും. ദെൻ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ, നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ഉറവിടങ്ങളിലൂടെയാണ് നമ്മൾ എന്താണ് വിവരങ്ങൾ നേടിയെടുക്കുന്നത്, അല്ലെ? ഓഡിറ്റ് നടത്തുമ്പോൾ ചില മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുമ്പോൾ ചില ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ വിവരങ്ങളെല്ലാം നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ടും സാധിക്കും എന്നുള്ളത്. പേര് അണ്ടർസ്റ്റാൻഡിങ്, അതായത് എന്തെങ്കിലും മനസ്സിലാക്കി കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നൊരു ലീഡർഷിപ്പ് ആക്ടിവിറ്റിയും കൂടി ഓഡിറ്റിലൂടെ നടത്താനായിട്ട് സാധിക്കും. ഓഡിറ്റ് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ ആ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേട്ടം നേടിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അതിന് സാധിക്കും എന്നുള്ളത്. ദെൻ ഇൻവോൾവ്സ് പേഷ്യൻസ്, അതായത് നമുക്ക് ഇതിലറിയാം ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ആണെങ്കിൽ അതിലെന്താ പേഷ്യൻസ് മസ്റ്റായിട്ടും ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ അവരെയും കൂടി പങ്കാളിയാക്കാനായിട്ട് ഈ ക്ലിനിക്കൽ ഓഡിറ്റിന് സാധിക്കും എന്നുള്ളത്. ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിയർ ആണോ?
സിക്സ്ത് പോയിന്റ് ചോദിക്കുന്നുണ്ട്. സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻസ്, അതായത് വിവരങ്ങളുടെ ഉറവിടം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് വിവരങ്ങൾ നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട് അല്ലെ. നല്ല രീതിയിലുള്ള ഓഡിറ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് അത് ആ ഒരു ഓഡിറ്റിംഗ് നടത്തി കഴിയുമ്പോൾ അത് വെച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഓഡിറ്റ് നടത്താനായിട്ട് സാധിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്, അത് നല്ലതാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം അല്ലെ. അപ്പൊ ആ ഇൻഫോർമേഷൻസ് അത് നല്ലതാണെങ്കിൽ മാത്രമേ അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ ആ വിവരങ്ങളെല്ലാം ആ ഉറവിടം എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. സെവൻത്ത് പോയിന്റ് ചോദിക്കുന്നുണ്ട്, പെയർ ലേഡ് ആൻഡ് പെയർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് എവിടേക്കെങ്കിലും നേതൃത്വം വഹിക്കണമെങ്കിൽ അല്ലെ, നമുക്ക് ഏതെങ്കിലും ഒരു മാനദണ്ഡം ഫിക്സ് ചെയ്തിട്ട് അതിലൂടെ സഞ്ചരിക്കുന്നത് ആ വഴിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം എന്താണ് ഇത് ഇഷ്യൂസ് എന്താണ് വരാനായിട്ടുള്ള സാധ്യത. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ അതിലൂടെ ആ ഒരു നല്ല ഒരു വേ കണ്ടെത്താനായിട്ട് ലീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലീഡ് ചെയ്യുക, ആ ഒരു വഴിയിലേക്ക് നമ്മളെ തിരിക്കുക, മനസ്സിലാക്കി എടുക്കുന്ന വഴിയിലേക്ക് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ മാത്രമേ അതിലേക്ക് ഒരു ലീഡർഷിപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓഡിറ്റ് നടത്തുമ്പോഴാണ് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് അതിലേക്ക് എത്തിക്കുക, ആ ഒരു പെർഫോമൻസിലേക്ക് എല്ലാ ജീവനക്കാരെയും ആ സേവനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ലീഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, എന്തെങ്കിലും നെക്സ്റ്റ് എന്താണ് പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്. അതായത് മെഡിക്കൽ ഓഡിറ്റിന്റേതായ പ്രോബ്ലംസ്, കുറച്ച് ചില ഇതുകളുണ്ട്, പ്രോബ്ലംസുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതിന്റെ മെഡിക്കൽ ഓഡിറ്റ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെ. അപ്പൊ മെഡിക്കലുമായി ബന്ധപ്പെട്ട് റെക്കോർഡ്സുകളൊക്കെ തയ്യാറാക്കുന്നത് പ്രൊഫഷണൽസ് ആയിരിക്കും. അവര് നല്ല കൃത്യതയോട് കൂടിയിട്ടായിരിക്കണം ഈ റെക്കോർഡ്സ് തയ്യാറാക്കിയത്. അത് അങ്ങനെ തയ്യാറാക്കിയില്ലെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ തെറ്റായിട്ട് തീരും. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് മെയിൻ ആയിട്ട് മെഡിക്കൽ ഓഡിറ്റിൽ വരുന്നത്. ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്, അതായത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ അഭാവം. നമ്മൾ പറയും മെഡിക്കൽ റെക്കോർഡ്സുകൾ നല്ല കൃത്യമായിട്ട് പ്രൊഫഷൻസ് തയ്യാറാക്കണമെന്ന നിബന്ധനയുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ അത് തയ്യാറായിട്ടുണ്ടാവില്ല. ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ് ഫോർ ക്വാളിറ്റി മെയിൻ്റെനൻസ്, അഥവാ റെക്കോർഡ്സ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ അത് വെച്ച് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേമാതിരി തന്നെ പുവർ ക്വാളിറ്റി മെയിൻ്റെനൻസ്, അതിന്റെ ഗുണനിലവാരം എന്നത് അതിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് വെച്ചിട്ട് വീണ്ടും ഓഡിറ്റ് നടത്താൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ കറന്റ് പെർഫോമൻസ് എന്താണെന്നും വിലയിരുത്താനോ ഒന്നും സാധിക്കാതെ വരും. Then fear of action and lack of motivation of a medical staff. നമുക്കറിയാം ചില റെക്കോർഡ്സുകളൊക്കെ തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ട് തയ്യാറാക്കുമ്പോൾ അത് നമുക്കറിയാം റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനൊരു എവിഡൻസ് കൂടിയാണ്. അപ്പൊ ചിലപ്പോഴെങ്കിലും ചില റെക്കോർഡ്സ് ഒക്കെ തയ്യാറാക്കുന്ന പേടി മൂലം അവരെ തയ്യാറാക്കാതെ പോകും. ഇൻ കേസ് അതേമാതിരി തന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ചിലപ്പോൾ നിങ്ങൾ എന്തിനാ അത് തയ്യാറാക്കുന്നതിലേക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാത്ത മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തയ്യാറാക്കാനായിട്ട് ശ്രമിച്ചെന്ന് വരിക. അപ്പൊ ഇതെല്ലാം എന്താണ് മെഡിക്കൽ ഓഡിറ്റിന്റെ ഒരു അപാകതകളാണ്, പ്രോബ്ലംസ് ആണ്. റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ്സ് നല്ല കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നത് നടക്കാതെ വരുമ്പോൾ അതുമായി കിട്ടുന്ന ഉപയോഗങ്ങളൊന്നും ഇല്ലാതെയാവും. അപ്പൊ ഈ മറ്റൊരു കാര്യം പറയുന്നത് ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മോട്ടിവേറ്റ് ചെയ്യാനുള്ള മെഡിക്കൽ സ്റ്റാഫിന്റെ അഭാവം അല്ലെങ്കിൽ പേടി, അതുമൂലം റെക്കോർഡ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാതെ വരുന്നു. Then ignorance of a value of a medical audit by hospital. അതായത് വാല്യൂ ആയിട്ടുള്ള മൂല്യം കൂടിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇഗ്നോർ ചെയ്താൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അതും എന്താണ് ആ ഓഡിറ്റ് കൊണ്ട്
ഫലപ്രദമായ നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയില്ല. Then suppression of facts of wrong reporting. അതായത് നമ്മുടെ കൃത്യമായിട്ടുള്ള ഇതുകൾ ഉണ്ടാവണം അല്ലെ, നമ്മുടെ സത്യങ്ങൾ എന്തെങ്കിലും എന്താണ് അത് അടിച്ചമർത്തുന്ന രീതിയിൽ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും ഇഗ്നോർ ചെയ്യുന്ന ഒഴിവാക്കും. അതേമാതിരി തന്നെ അടിച്ചമർത്തുന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കൂടി ചിലപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന സത്യങ്ങളുണ്ട് അല്ലെ. ആ സത്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ വിവരിക്കാതെ തന്നെ എഴുതി തള്ളുകയാണ്, അല്ലെങ്കിൽ റോങ് റിപ്പോർട്ടിങ് തെറ്റായി തന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എന്താണ് മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലംസ് ആയിട്ട് പരിഗണിക്കുന്നത്. ഇതൊക്കെയാണ് മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതായത് റെക്കോർഡ്സ് നല്ല കൃത്യമാവണമെങ്കിൽ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കണം. അതെന്തെങ്കിലും പേടി കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഗ്നോർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ഫുള്ളായിട്ട് റെക്കോർഡ് ചെയ്യാതെ ഇരിക്കുമ്പോഴോ ഒക്കെ എന്താണ് റെക്കോർഡ്സ് പൂർണ്ണമാവുകയില്ല. അതുകൊണ്ടുള്ള നേട്ടം നേടിയെടുക്കാനായിട്ടും സാധിക്കുകയില്ല. പിന്നെ നമുക്കുള്ളത് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാം. 3-4 മിനിറ്റ് ചോദിക്കുന്നത് ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. ഇപ്പോ നമ്മളിപ്പോ ഹോസ്പിറ്റലില് മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുമ്പോൾ ആ റെക്കോർഡ്സുകൾ തയ്യാറാക്കുന്ന ചിലർക്ക് ചില കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ ഒരു പേടിയുണ്ടാവും അല്ലെ, സുപ്പീരിയേഴ്സിന്റെ ഒരു ഇത് ഉണ്ടാവും. അപ്പൊ ചില കാര്യങ്ങൾ രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു പേടിയുണ്ടാവും. ഇൻ കേസ് അവരെ രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചാൽ കൂടി ചില മെഡിക്കൽ സ്റ്റാഫ് പറയും നിങ്ങൾ വേണ്ടാത്ത പണി ഏറ്റെടുക്കണ്ട അല്ലെ, ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ എന്താണ് അവരതില് റെക്കോർഡ് ചെയ്യില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. എന്തെന്നെ നല്ല മോട്ടിവേറ്റ് എന്ത് സംഭവിച്ചാലും നിങ്ങളത് റെക്കോർഡ് ചെയ്യണം എന്ന് കമ്പൽ ചെയ്താൽ എന്താണ് അത് റെക്കോർഡ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ അല്ലാതെ നമ്മുടെ നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ഇല്ല എങ്കിൽ അവർക്കത് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അതാണ് അതിൽ പറയുന്നത്. അത് തന്നെയാണ് നെക്സ്റ്റ് പോയിന്റിലും കണ്ടിന്യൂ ആയിട്ട് വരുന്നത്. ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഈ മെഡിക്കൽ ഓഡിറ്റ് നടത്തുമ്പോൾ ചില മൂല്യമുള്ള വസ്തുക്കളെ ഇഗ്നോർ ചെയ്ത് ഒഴിവാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അവരെ റെക്കോർഡ് തയ്യാറാക്കുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് കൃത്യതയുള്ള ഒരു മെഡിക്കൽ ഓഡിറ്റ് നടത്താനായിട്ട് സാധിക്കുകയില്ല. ക്ലിയർ ആയോ? ഇനി എന്താണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളത്? കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, അതിലെന്താണ് ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് എന്താണ് ഏതുമായി ബന്ധപ്പെട്ട് ഏത് പശ്ചാത്തലത്തിലാണ് അത് ആ ഓഡിറ്റ് നടത്തിയെന്നുള്ള കാര്യം ഉണ്ടായിരിക്കും. ലിറ്ററേച്ചർ റിവ്യൂ, അതായത് സാഹിത്യപരമായ അവലോകനം. നമുക്കറിയാം ഒരു ഓഡിറ്റ് റിപ്പോർട്ടിന് അതിൻ്റെതായ ഒരു എന്താണ് ലെവൽ ഫ്രെയിം ഉണ്ടാവും. അത് എങ്ങനെയാണ് അത് ആദ്യം എന്ത് രേഖപ്പെടുന്നത്, ഓഡിറ്റിന്റെ കാര്യങ്ങൾക്ക് ഒരു രീതി ഉണ്ടാവും. ആ ഒരു ഫ്രെയിം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അതാണ് പറയുന്നത് ലിറ്ററേച്ചർ റിവ്യൂ, സാഹിത്യപരമായ അവലോകനം. അതായത് അതിന്റെ ഒരു ഫോമാണ്. പിന്നെ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഓഡിറ്റ് നടത്തണമെങ്കിൽ ഒരു നിശ്ചിത ഫോർമാറ്റ് പറയുന്നുണ്ട്. ക്രൈറ്റീരിയ നടത്തണമെങ്കിൽ അതിനൊരു നിശ്ചിത സ്റ്റാൻഡേർഡ്സ് വേണം അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ പെർഫോമൻസ് വിലയിരുത്തുന്നത്. അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ മാനദണ്ഡം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. മെത്തേഡ്സ് ഓഫ് പ്രോട്ടോകോൾസ് യൂസ്, ഏത് രീതിയിലാണ് ഓഡിറ്റ് നടത്തുന്നത് എന്നുള്ള മെത്തേഡ്സ് ഉണ്ടാകും. പിന്നെ റിസൾട്ട്, അങ്ങനെ ആ മെത്തേഡ്സ് വെച്ചിട്ട് ഓഡിറ്റ് നടത്തുമ്പോഴുണ്ടാകുന്ന ഫലം അത് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. ദെൻ റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ചസ്, നമ്മൾ എങ്ങനെ സ്റ്റാൻഡേർഡ് വെച്ച് പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് നിർദ്ദേശിക്കാനുണ്ട്, ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവും. ദെൻ റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ഓഡിറ്റ്, ഇനി ഏതെങ്കിലും ഭാഗത്ത് ഓഡിറ്റ് ചെയ്യണോ. ഇപ്പൊ ഇൻ കേസ് നമ്മൾ സർവീസ് ഇതാണ് അല്ലെ, ഹോസ്പിറ്റലിന്റെ സർവീസ് ആണ് മേടിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ. അപ്പൊ അവരുടെ ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാനായിട്ട് ചിലപ്പോ വേറെ ഏതെങ്കിലും ഓഡിറ്റ്, ചിലപ്പോൾ സമയത്തിന്റെ കാര്യത്തിൽ ഓഡിറ്റ് നടത്തണമെന്നോ അല്ലെങ്കിൽ ഒരു ടൈം ഷെഡ്യൂള് ചെയ്യുന്ന പോലെ തന്നെ വ്യക്തികളുടെ ഒരു യൂട്ടിലൈസേഷൻ, അവരുടെ വിഭവശേഷിയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഓഡിറ്റ് നടത്തണമെന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് വേറെ ഫർദർ ഓഡിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യം കൂടി റെക്കമെൻഡേഷൻ, അതിന്റെ ശുപാർശയും കൂടി ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. കണ്ടന്റ് അതായത് അതിൽ ഉൾക്കൊള്ളുന്നതായിരിക്കും എന്നുള്ളത്.
ബാക്ക്ഗ്രൗണ്ട്, legislative review, criteria and standards, method or protocols used, result, recommendation for change, recommendation for further change. എന്തെങ്കിലും ചോദിക്കാം. അതോടെ നമ്മുടെ ഓഡിറ്റ് എന്നുള്ള ടോപ്പിക് തീരുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ചെറുതാണ്, അതായത് നമുക്കറിയാം ഓഡിറ്റ് എന്നുള്ളത് എന്തിനെങ്കിലും കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണോ വേണോ വേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ്. ഓഡിറ്റ് ക്ലോസ് ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓഡിറ്റിന്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങാം. എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തോട്ടെ. അപ്പോ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ചാപ്റ്റർ നമ്പർ ഇതിലുള്ളത് തന്നെയാണോ നിങ്ങളുടെ കയ്യിൽ എനിക്കറിയില്ല. ഇതിന്റെ പേര് നോക്കാം, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ചിലർ ടൈപ്പ് ചെയ്യുന്നുണ്ട് 38 എന്നെല്ലാം. അപ്പൊ ഇതില് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിലാകുമ്പോൾ എല്ലാവർക്കും അല്ലെ നമ്മുടെ ജീവനക്കാർക്കെല്ലാം ഒരു മാനുഷികമായി നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിലേക്ക് ബാധിച്ചു കുറെ ഹ്യൂമൻ എന്ന് പറയുന്നവരുടെ പെരുമാറ്റം അത് സത്യസന്ധമായിരിക്കണം. അവരെ അതിനോട് അനുയോജ്യമായിട്ട് തന്നെ നിലപാടെടുക്കുന്ന സർവീസ് മൈൻഡോട് കൂടിയിട്ട് തന്നെ ജീവനക്കാർ പേഷ്യൻസിനോടൊക്കെ പെരുമാറണം. അങ്ങനെ കുറച്ച് ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചൊക്കെ ഉണ്ട് അല്ലെ. അത് ഇപ്പൊ ഹോസ്പിറ്റലാകുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള കേസുകളാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത്. ചിലപ്പോഴെല്ലാം ആക്സിഡന്റ് കേസുകളോ അടിപിടി കേസുകളോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്താണ് കുറച്ച് പേഷ്യൻസിനെയും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവരെ ചികിത്സിക്കേണ്ട ഡ്യൂട്ടി എന്താണ് ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ നഴ്സുമാർക്കും എല്ലാവർക്കും തന്നെ ഉണ്ടാവും. അപ്പൊ അവിടെയെല്ലാം ചില റൂൾസുകളും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ചില നിയമ നടപടികൾക്ക് അനുസൃതമായിട്ടായിരിക്കണം ചിലപ്പോ അവരേക്ക് ശുശ്രൂഷിക്കേണ്ടി വരുന്നത്. ആക്ച്വലി ഇവരുടെ ഡ്യൂട്ടി അവരുടെ പ്രൊഫഷണൽ അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടി ഇവർക്ക് ചെയ്യേണ്ടിയും വരും. അപ്പൊ തന്നെ ചില നിയമങ്ങളും കൂടി പാലിക്കാനും ഇവര് ബാധ്യസ്ഥരായിട്ട് വരും. ഇത് സമൂഹത്തിന്റെ കുറച്ച് അല്ലെ സാമൂഹികമായിട്ടുള്ള രീതികൾ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാനും ഇവര് ബാധ്യസ്ഥരാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ധാർമ്മികത അഥവാ എന്താണ് ലീഗൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് ആണ്. ഇത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ്. അത് എങ്ങനെയാണോ പറയുന്നത് അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ളത്. നോക്കാം, എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത നമുക്ക് ഒരു പിക്ചർ നിങ്ങൾക്ക് ധാരണ കിട്ടിക്കാണും. അതായത് ഒരു ഹോസ്പിറ്റലില് ചിലപ്പോ ചില കേസുകൾ കൂടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ആ രോഗിയെ ശുശ്രൂഷിക്കുക എന്ന ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ ചില നിയമവശങ്ങൾ കൂടി ഇവര് കൈകാര്യം ചെയ്യേണ്ടതൊക്കെ വരും എന്നുള്ളതാണ്. നോക്കാം, കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ to control the practice of medicine so that its members do not bring disgrace to the profession. അതായത് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്നത് മെയിൻ അവരുടെ പ്രാക്ടീസ് നിയന്ത്രിക്കുന്നതിന് അതിലെ ആ തൊഴിലിന് അപമാനം വരുത്താത്ത വിധത്തിൽ, അതാണ് ഡിസ്ഗ്രേസ് എന്ന് പറയുന്നത്. ഡിസ്ഗ്രേസ് എന്ന് പറയുന്നത് അപമാനം വരുത്താത്ത തരത്തിൽ തന്നെ അവര് ധാർമ്മിക തത്വങ്ങളും കൂടി ഒരു നിർവഹിച്ച് തന്നെ പോകേണ്ടതുണ്ട്. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് മെഡിക്കൽ പ്രൊഫഷൻ, അവരുടെ മെഡിക്കൽ പ്രൊഫഷനുമായിട്ട് അവര് അല്ലെ നഴ്സുമാരാണെങ്കിലും ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അവര് എന്താണ് ആതുര ശുശ്രൂഷ രംഗത്ത് സേവനം ചെയ്യുന്നവരാണ്. അവര് ആ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് അവരുടേതായിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ, അതായത് മെഡിക്കൽ ആയിട്ടുള്ള രീതികളൊക്കെ ഉണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോകണം.
അത് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട രീതിയിൽ ഒരു അപമാനവും വരുത്തി വെക്കരുത്. അതായത് എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ അതിൽ ചെയ്യാനും പാടില്ല. അത് മാത്രമല്ല അവരുടെ പ്രൊഫഷനോട് ചേർന്ന തൊഴിൽ അവരെ ചെയ്യേണ്ടതുമാണ്. At its simplest, ethics is a system of moral principles. അതായത് എത്തിക്സ് എന്ന് പറയുന്നത് ധാർമ്മികത, അതാണ് അതിന്റെ ഒരു ചെറിയ മീനിങ്. എന്താണ് എത്തിക്സ് എന്ന് പറയുന്നത്? ധാർമ്മികത. ധാർമ്മികത എന്ന് പറയുന്നത് ഒരു മോറൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് നമുക്ക് അറിയാം അല്ലെ, ഒരു ധാരണയുടെ പുറത്തുള്ള ഒരു കുറച്ച് തത്വങ്ങളുടെ കൂട്ടമാണ് ധാർമ്മികത എന്ന് പറയുന്നത്. എത്തിക്സ് ഈസ് കൺസേൺഡ് വിത്ത് what is good for individuals and society and is also described as a moral philosophy. അതായത് ധാർമ്മിക തത്വചിന്ത. അതായത് നമ്മുടെ പെരുമാറ്റം അല്ലെ, നമുക്ക് ഒരു പക്ഷേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും, അതേമാതിരി തന്നെ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. പക്ഷെ ഇവർക്ക് അതിനോടൊപ്പം തന്നെ എന്താണ് ഒരു ധാർമ്മിക തത്വചിന്ത, മനുഷ്യരോട് വ്യക്തമായ രീതിയിൽ പെരുമാറാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, നിയമ നടപടികളൊക്കെ ഉണ്ടാക്കണം, അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ശുശ്രൂഷ ചെയ്യാനുള്ള കഴിവും കൂടി ഇവർക്ക് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. സമൂഹത്തിനോട് അല്ലെങ്കിൽ പേഴ്സണലി ആയിട്ട് എന്താണ് നല്ലത്. ആൻഡ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ മോറൽ ഫിലോസഫി. അത് ഒരു നമ്മുടെ ധാർമ്മിക തത്വചിന്തയ്ക്ക് കൂടി ചേർന്ന വിധത്തിൽ ആക്കണമെന്നും. എ കോഡ് ഓഫ് എത്തിക്സ് ഈസ് വൈഡ് which gives employees or members a general idea of what kind of behavior and decisions are desirable and encouraged at a business or organization. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനം, അതായത് ഹോസ്പിറ്റൽ ആണെങ്കിലും അതൊരു ബിസിനസ് രീതിയിലുള്ള ഓർഗനൈസേഷൻ ആണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം അതൊരു ബിസിനസ് അല്ലെ, പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യാവുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ അവിടെയും എന്താണ്, തൊഴിലാളി എന്ന നിലയിൽ നമ്മൾ തൊഴിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ പെരുമാറ്റത്തില് കൈൻഡ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻ ആർ ഡിസൈറബിൾ ആൻഡ് എൻകറേജ്ഡ് ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷന്റെ ഇതിനോടൊപ്പം നമ്മൾ ചേർന്ന് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടേതായ ധാർമ്മിക മൂല്യങ്ങളും കാത്തു സൂക്ഷിച്ചിട്ട് വേണം അതില് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അങ്ങനെ വീണ്ടും പറയുന്നുണ്ട്, a code of conduct mention how employees or members have to act in a particular situation. അതായത് പെരുമാറ്റച്ചട്ടം അത് മെൻഷൻ ചെയ്യുന്നത് ഈ കോഡ് ഓഫ് കണ്ടക്ട്, അതാണ് ആ പെരുമാറ്റച്ചട്ടം മെൻഷൻ ചെയ്യുന്നത്. അത് എന്താണ് പരാമർശിക്കുന്നത്? എന്താണ്? ഹൗ എംപ്ലോയി ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷൻ നമുക്കറിയാം, ഒരു ആക്സിഡന്റൽ സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു അടിപിടി കേസ് വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആത്മഹത്യ ചെയ്തൊരു പേഴ്സണെ കൊണ്ടുവന്നു. അപ്പൊ ഇത് ഏത് ഇതാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല എന്താണ് അതിന്റെ ആ ഒരു ചില രീതികളുണ്ടാവും. ചിലപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇവർക്ക് ഡോക്ടേഴ്സ് അവരുടെ പരിശോധനകൾക്ക് ശേഷം ആർക്കാണോ എന്തെങ്കിലും എക്സാമിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ പോലീസുകാർക്കോ എന്തെങ്കിലും പെർമിഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഇവർക്കുണ്ടായിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ നീതിയുക്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് ധാർമ്മിക മൂല്യത്തോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകം പറയുന്നത്. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഈ പാരഗ്രാഫ് എത്തിക്സ് എന്താന്നുള്ള കാര്യം എന്തെങ്കിലും കിട്ടിയോ? പുതിയ ചാപ്റ്റർ ആവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് രാഷ്ട്രീയം പറ്റിയെന്ന് വരില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഒരു മേഖലയാണ് അത്. അതായത് ഹോസ്പിറ്റലില് വിവിധ കേസുകൾ വരാം, അവിടെയെല്ലാം ധാർമ്മികതയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും ഇതിൽ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മോറൽ ഫിലോസഫിക്ക് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതായത് മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന തത്വചിന്ത ശാഖയാണ് മോറൽ ഫിലോസഫി എന്ന് പറയുന്നത്. മനുഷ്യ എത്തിക്കൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെയിൻ ചെയ്തെടുക്കാം. മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന തത്വചിന്ത ശാഖ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ പിക്ചർ കിട്ടിയ എന്താണ് എത്തിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്.
ചില നിയമവശങ്ങൾ ഉണ്ടാവും, അതിലേക്ക് കൂടി നമ്മൾ പ്രാധാന്യം കൂടി കൈകാര്യം ചെയ്യണം. അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്കും കൂടി പ്രാധാന്യം കൊടുക്കണം. ഇനി ഇത് വീണ്ടും ലീഗൽ ആസ്പെക്ട്സ് പറയുന്നുണ്ട്, നിയമവശങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. ലോ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കൂട്ടം നിയമങ്ങളാണ്. അതായത് മനുഷ്യ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനുള്ള ഒരു കൂട്ടം നിയമങ്ങളാണ് ലോ എന്ന് പറയുന്നത്. നമുക്ക് തോന്നുന്ന മാതിരിയല്ലേ, ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനായിട്ട് നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണ് ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ലോ എന്ന് പറയുന്നത്. ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. അതായത് ലോ എന്ന് പറയുന്നത് മറ്റൊരു മീനിങ്ങിൽ നോക്കിയാൽ റൈറ്റ്സ് അല്ലെ, നമ്മുടെ അവകാശങ്ങൾ, ഒബ്ലിഗേഷൻസ്, കടമകള്, വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. സ്റ്റേറ്റ് അതായത് നമ്മുടെ സംസ്ഥാനങ്ങള് അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് അവകാശങ്ങളും ബാധ്യത, അതേമാതിരി തന്നെ കടമകളും, അതുകൊണ്ടേ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് നിയമങ്ങൾ എന്ന് പറയുന്നത്. ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾ റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ജസ്റ്റിസ്. അതായത് ഭരണകൂടവും നീതിന്യായ ഭരണാധികാരികളും അംഗീകരിച്ച തത്വങ്ങളാണ് എന്തെന്ന് പറയുന്നു നിയമം എന്ന് പറയുന്നത്. അതായത് ഈ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മള് ഓരോ പേഴ്സൺസും അല്ലെ, ഒരു സംസ്ഥാനത്തിന്റെ നിയമങ്ങളെ പാലിക്കാനായിട്ട് സംസ്ഥാനത്തിൽ കഴിയുന്ന ഓരോ വ്യക്തികൾക്കും അവകാശമുണ്ട്, അതുമാതിരി തന്നെ കടമയുമുണ്ട്. നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്നുള്ളപ്പം തന്നെ എന്താണ്, നമ്മൾ പാലിക്കേണ്ടതായ കുറച്ച് നിയമങ്ങളും അതിലുണ്ട്. ആ കടമകൾ കൂടി നമ്മുടേതായ കാരണം. അപ്പൊ ആ നിയമം എന്നുള്ളത് കുറച്ച് റൂൾസ് ആണ്, അത് ഇതുകളാണ് അല്ലെ. നിയമം ലോ എന്ന് പറയുന്നത് കുറച്ച് മനുഷ്യരെ നിയന്ത്രിക്കുന്നതായ ഒരു കൂട്ടം നിയമങ്ങളാണ് ലോ എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും പറയുന്നു കുറച്ച് കടമകൾ അല്ലെങ്കിൽ അവകാശങ്ങളാണ്. സ്റ്റേറ്റ് ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് കടമകളും അവകാശങ്ങളുമാണ് ലോ എന്ന് പറയുന്നത്. വീണ്ടും പറയുന്നു എന്താണ്, ഭരണകൂടവും നീതിന്യായ ഭരണാധികാരികളും അംഗീകരിച്ച തത്വങ്ങളാണ് എന്തെന്ന് പറയുന്നു ലോ എന്ന് പറയുന്നത്. ഈ ലോ എന്തായാലും നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ സംഗതി അല്ലെ. ഇതിൽ നമ്മളെ മനസ്സിലാക്കുന്നത് ഹോസ്പിറ്റലാണെങ്കിലും നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നിയമങ്ങൾ പാലിക്കാനും ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ഇനി വീണ്ടും പറയുന്നു കോഴ്സ് ഓർ പോളിസി മേ ഇമ്പോസ് ദിസ് സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് പണിഷ് പീപ്പിൾ who violate the laws such as by paying a fine or other penalty including jail. അതായത് ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതാണെങ്കിൽ കൂടി നമ്മൾ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. പീപ്പിൾ ആരെങ്കിലും അത് നല്ല രീതിയിൽ പാലിച്ചില്ല എങ്കിൽ എന്താണ്, നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ such as paying fine or other penalty including jail. അതായത് എന്തെങ്കിലും ഫൈൻ അടയ്ക്കുകയോ പെനാൽറ്റി അല്ലെ എന്തെങ്കിലും ചുമത്തുന്നുണ്ടെങ്കിൽ അത് അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. ഇൻ കേസ് അതുമല്ലെങ്കിൽ ചിലപ്പോൾ ജയിലിൽ അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ നിയമങ്ങൾ അനുസരിക്കാത്തതിന്റെ പേരിൽ ജയിൽ ആവാനും സാധ്യതയുണ്ട്. ഇതാണ് എന്തിനാ പറയുന്നത്, നമ്മുടെ ലീഗൽ ആസ്പെക്ട്സിന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എത്തിക്കൽ ആസ്പെക്ട്സ് എന്താണെന്നും ലീഗൽ ആസ്പെക്ട്സ് എന്താണെന്നും ഉള്ളത് മനസ്സിലായോ? എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, കുറച്ച് കൂടി നമുക്ക് എടുക്കാം. എന്തായാലും ഇപ്പൊ ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഓബ്ലിഗേറ്റഡ് ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എത്തിക്കൽ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും കടമയുണ്ട് എന്ത്, ക്ലിയർ ആയിട്ട് ഇത്തരത്തിലുള്ള ധാർമ്മിക അല്ലെങ്കിൽ നിയമപരമായ വശങ്ങളെ കുറിച്ച് അറിയാനുള്ള കടമ ആർക്കുണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉണ്ടായിരിക്കണം. അതായത് ക്ലിയർ ആയിട്ട് അവരെ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പോളിസി ഫോർ കീപ്പിംഗ് എ സേഫ് ഹോസ്പിറ്റൽ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, must ensure building conforms to regional bylaws, safety region regulations, sanitation arrangements, hospitals. അതായത് നമ്മള് ഇപ്പൊ വില്ലേജ് വേസ്റ്റിലൊക്കെ കണ്ടായിരുന്നല്ലേ, ചില കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുമ്പോൾ കൃത്യമായി തന്നെ പെർമിഷനോട് കൂടിയിട്ട് അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ, നശിപ്പിച്ച് കളയാനൊക്കെ പാടുള്ളൂ എന്നൊക്കെ പറയായിരുന്നു. അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയും.
ഇത് മാത്രം തന്നെ നമ്മൾക്ക് ഹോസ്പിറ്റലിന്റേതായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചില നിയമങ്ങളും നടപടിക്രമങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം പാലിക്കാൻ ആര് ബാധ്യസ്ഥരാണ്? ഹോസ്പിറ്റലുകാർ ബാധ്യസ്ഥരാണ്. അത് അറിഞ്ഞിരിക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളവരെ അറിഞ്ഞിരിക്കണം, അല്ലെ? അവരാണ് ഭരണപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഭരണകരമായ കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും നിയമങ്ങളോ നൂലമാലകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് അതൊക്കെ ഫോളോ ചെയ്ത് വേണം അവർ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഓർത്തിട്ട് മാനേജ്മെന്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ പോളിസീസ്. എല്ലാ നയങ്ങളും അറിയണം. ഫോർ കീപ്പിംഗ് സേഫ് ഹോസ്പിറ്റൽ സുരക്ഷയ്ക്കായിട്ടുള്ള എല്ലാ നിയമ നടപടികളും അവർക്ക് അറിഞ്ഞിരിക്കണം. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്, എന്തെങ്കിലും ഫെസിലിറ്റീസുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. Okay, must ensure building conforms the regional bylaws, safety regulations, sanitation development. അതായത് എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സേഫ്റ്റി റെഗുലേഷൻസ് നടപടിക്രമങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് അറിയണം. അതേമാതിരി തന്നെ സാനിറ്റേഷൻ അറേഞ്ച്മെന്റ്, ശുചിത്വ പരിപാലനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അറിവും ഇവർക്ക് ഉണ്ടായിരിക്കണം. Hospitals being an inevitable part of the social system are subject to all laws of the land. അതായത് നമ്മളുടേതായ ഒരു പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യ ഘടകമാണ് ഹോസ്പിറ്റലിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും എല്ലാ നിയമങ്ങളെ കുറിച്ചിട്ടും എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള വിവരം ആർക്കുണ്ടായിരിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്ക് ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ ഷുഡ് be safe from exposure and inflammatory gases, chemicals, machinery, steam damages from slippery floors, etc. അതായത് എല്ലാത്തെയും ഒരു ഹോസ്പിറ്റലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ലോസുകളും അവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതേമാതിരി തന്നെ ഇപ്പൊ കേസ് എന്തെങ്കിലും പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന സംഗതികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ അവിടെ ചെറുതായിട്ടെങ്കിലും യൂസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെ? കെമിക്കൽസിന്റെ എക്സ്പോഷർ, എന്തെങ്കിലും അപകടാവസ്ഥകളൊക്കെ ഉണ്ടായെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്പിരിച്വലിലൊക്കെ പഠിച്ചതാണ്. അതേമാതിരി തന്നെ സ്റ്റീം ഡാമേജസ് എന്നൊക്കെ പറയുമ്പോൾ ആവിയന്ത്രത്തിൽ എന്തെങ്കിലും ഇതുകൾ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലോർ അതൊക്കെ സ്ലിപ്പ് ചെയ്ത് വഴുതി വീഴാത്ത തരത്തിലുള്ള ഫ്ലോറുകളൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിക്കണം. ഒപ്പം തന്നെ എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ആ ലോയെ അറിയുന്ന മാതിരി തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കൂടി ഇവര് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയായിരുന്നോ? ക്ലിയർ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇമ്പോസസ് എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുക എന്നാണ്. പിന്നെ എന്തെങ്കിലും അതായത് നമ്മളെ കൊണ്ട് കമ്പല് ചെയ്യിപ്പിക്കാന്ന് പറയില്ലേ, അതാണ് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. നമ്മളെ കൊണ്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് കമ്പൽ ചെയ്യുക, അടിച്ചേൽപ്പിക്കുക. ക്ലിയർ ആയോ?
എന്തെങ്കിലും സ്റ്റേറ്റ് ഇമ്പോസസ് അല്ലേ ചോദിച്ചത്? സ്റ്റേറ്റ് ഇമ്പോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ഭരണഘടന അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്തോട്ടെ? എന്താ ഓക്കെയാണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ കടമ, കടമയാണ്. ഒബ്ലിക്കില് എന്നൊക്കെ പറഞ്ഞാൽ കടമയാണ്. നമ്മുടെ സ്ഥിതിന്റെ ആണെങ്കിൽ അവരുടെ കടമയാണ്, അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഇതിന്റെ, നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഇന്ന് തന്നെ വായിച്ചു നോക്കണുണ്ട്, കാരണം പുതിയ പുതിയ ടേംസ് ആണ് അല്ലെ. പക്ഷെ ഇതിന്റെ മീൻ ചെയ്യുന്നത് എന്താണ്, നമുക്ക് നിയമങ്ങളുണ്ട്, നിയമങ്ങൾ പാലിക്കാനായിട്ട് എല്ലാവരും ബാധ്യസ്ഥരാണ്. അതോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്നത്, വൈ ഇറ്റ് ഈസ് നെസസറി ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് to be aware of ethical and legal aspects of the hospital administration. അതായത് ഇതൊരു വലിയൊരു സെന്റൻസ് ആയിട്ട് കൊടുത്തേക്കാണ്. ഇതിന്റെ ആശയം ഇതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഇത്തരത്തിലുള്ള ധാർമ്മിക അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള വശങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാര് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഇനി അതിന്റെ റിസൾട്ട്സ് പറയുന്നുണ്ട്, താഴെ പറയുന്നതാണ് അതിന്റെ റിസൾട്ട്സ്, അതിന്റെ കാരണങ്ങള്. ഒന്ന്, ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കൽ ലീഗൽ കേസസ്, അതായത് വർദ്ധിച്ചു വരുന്ന ലീഗലായിട്ടാണ്. നമുക്കറിയാം കുറെ അനന്തി കേസുകളും ആക്സിഡന്റ് കേസുകളും അങ്ങനെയുള്ള പല പല സാധാരണ രീതിയിൽ ഒരു വയ്യാതെ ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് മാത്രമല്ല, ചില ഇഞ്ചുറീസ് അല്ലെ, ചില അപകടകരമായ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വരുന്ന മാറ്റേഴ്സുകളുണ്ട്. അത് വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് ഇത്തരം ധാർമ്മിക കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇത്തരം നിയമപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരെ അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് സെക്കൻഡ് വൺ പറയുന്നത്, മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്, അതായത് ചെറിയ ചെറിയ രീതിയിൽ സിവിൽ ആയിട്ടും ക്രിമിനൽ ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. കൃത്യമായിട്ടുള്ള നിയമവശങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെയൊക്കെ തന്നെ അത് അറിയാമെങ്കിൽ അത്തരത്തിലുള്ള കേസുകളെല്ലാം ലഘൂകരിച്ചു മിനിമൈസ് ചെയ്യാന്ന് വെച്ചാൽ ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. Then ensure quality of medical care. നല്ല ഒരു നല്ല ഗുണമേന്മയോട് കൂടിയിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ചില കേസുകളിലൊക്കെ ആണെങ്കിൽ അല്ലെ നോക്കാത്ത പോവേണ്ട അവസ്ഥ വന്നാലും അതിനെ ലീഗലായിട്ടുള്ള നിയമവിധിക്ക് വിധേയമാക്കാം എന്നുള്ള ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ഒരു തയ്യാറെടുപ്പ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം കേസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, നല്ല ക്വാളിറ്റിയുള്ള മെഡിക്കൽ കെയർ നൽകാനായിട്ട് സാധിക്കും. Then India, lawyers are very little trained as yet and exposure in the complex issue associated with the medical cases. അതായത് ഇന്ത്യയിലെ ലോയേഴ്സിന് അത്രയ്ക്കും ലിറ്റിൽ ട്രെയിൻഡ് എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ട്രെയിനിങ് ഇല്ല ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് എന്ന് പറയുന്നു ഇതില്, അതാണ് ആ പോയിന്റിൽ വിവരിക്കുന്നത്. ഇൻ ഇന്ത്യ ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് ആൻഡ് എക്സ്പോഷർ. അത് ദുരുപയോഗം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റൽ ഇതിൽ പവറിലുള്ളവർക്ക് അതിന്റെ വിവരങ്ങൾ അറിയാമെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ലോയേഴ്സ് ആർ വെരി ലിറ്റിൽ ട്രെയിൻഡ് ആസ് യെറ്റ് ആൻഡ് എക്സ്പോഷർ ഇൻ ദ കോംപ്ലക്സ് ഇഷ്യൂസ്, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് മെഡിക്കൽ കേസസ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള മെഡിക്കൽ പരമായിട്ടുള്ള കേസുകൾ വരുമ്പോൾ അവർക്ക് അത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഇല്ല എന്ത് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ ഇവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പവറിലുള്ളവർക്ക് ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Then it helps the medical professionals to do right thing and protect. ഒന്നുകൂടെ പറയാം. ഇതിൽ പറയുന്നത്, അതായത് വീണ്ടും പറയാം,
ഇന്ത്യയിലെ വക്കീലന്മാർക്ക് ഇത്തരത്തിലുള്ള മെഡിസിനെ കുറിച്ചിട്ട് ശരിയായ ട്രെയിനിങ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇതിൽ മീൻ ചെയ്യുന്നത്. അപ്പോ നമ്മൾക്ക് കൃത്യമായിട്ട് തന്നെ, അതായത് അവർക്ക് ഇത്തരം കേസുകൾക്ക് ഇത് കിട്ടുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഇത് എന്താണ് നോളജ് കൂടുതലും ഇവർക്കാണ്. അതായത് അവിടെയുള്ള വർക്കേഴ്സിന്, ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, അവർക്ക് അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർക്കാണ് ഇത്തരം കേസുകൾ അറ്റൻഡ് ചെയ്തത് ഏത് റൂൾസ് ഫോളോ ചെയ്യാം, അതെങ്ങനെ ചെയ്യേണ്ടതൊക്കെ കൂടുതൽ അവയർനെസ് ആർക്കാന്നുള്ളത് ഇവർക്കാണ്. മറ്റുള്ളവർക്ക് ലോയേഴ്സിന് ഇതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് വെരി ലിറ്റിൽ ട്രെയിനിങ് ആവണം. ട്രെയിനിങ് അവർക്ക് കുറവാണ്, വിരളമാണ്. അപ്പൊ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ തലക്കെട്ട് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് നെസസറി ഫോർ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ ടു ബി അവെയർ ഓഫ് എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്. ഈ ആസ്പെക്ടുകളെ, ധാരണകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിയമവശങ്ങളെ കുറിച്ചിട്ട് ഇവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പവറിലുള്ളവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നതിന്റെ റീസൺസ്, കാരണങ്ങൾ. അപ്പൊ ഇതിലൊരു പോയിന്റ് വരുന്നത് കൃത്യമായിട്ടുള്ള ഇവരുടെ വിവരങ്ങളുടെ ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ധാർമ്മിക കാഴ്ചപ്പാടുകൾ ഇവര് ചെയ്യുന്നത് കൃത്യതയോടെ ഉണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് അതിനെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്കല്ലാതെ ഒരു ട്രെയിനിങ് അവർക്കില്ല എന്നുള്ളതാണ് നമുക്ക് പരാമർശം. ഇനി വീണ്ടും ഒക്കെയാണോ ഇതിൽ കൊടുത്തേക്കുന്നതാണ് ഇതിൽ പറയുന്നത്. ഇൻ ഇന്ത്യ lawyers are very little trained as yet and exposure in the complex issues associated with the medical cases. Okay, then next, it helps the medical professionals to do the right things and protect themselves from a silly litigation. അതായത് ഇവർക്ക് മെഡിക്കൽ ആയിട്ടുള്ള പ്രൊഫഷൻസ്, അവരുടെ ആ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ചെറിയ സില്ലി ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സില്ലി ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് ചെറിയ വ്യവഹാരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ അത് ലഘൂകരിച്ച് കൊണ്ടുവരാനായിട്ട്, സില്ലി ലിറ്റിഗേഷൻ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇത് ഹെൽപ്പ് മെഡിക്കൽ പ്രൊഫഷണൽസ്. അതായത് വ്യക്തമായ നിയമങ്ങളെ കുറിച്ചിട്ടും ധാർമ്മിക ബോധങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെയൊക്കെ ലഘൂകരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇതൊന്നും അന്നറിയില്ലെങ്കിൽ എന്താണ്, അവരെ ആകെ ചികിത്സ മാത്രം നടത്താനേ പറ്റുള്ളൂ അല്ലെ. ചിലർക്ക് കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. പക്ഷെ ഇതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഇവർക്ക് ഉണ്ടായെങ്കിൽ എന്താണ്, കേസുകൾ അറ്റൻഡ് ചെയ്യാനും സാധിക്കും, മാറ്റേഴ്സിനെ ലഘൂകരിച്ചു കൊണ്ടുവരാൻ. സില്ലി ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ വ്യവഹാരങ്ങളോട് കൂടി തന്നെ കാര്യങ്ങൾ തീർപ്പാക്കി കൊണ്ടുപോകാനായിട്ടും സാധിക്കും. മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ദ റൈറ്റ് തിങ്സ്, ശരിയായ കാര്യങ്ങൾ ചെയ്യാം. അതിന്റെ പ്രൊട്ടക്ട് ദംസെൽഫ്, എല്ലാവർക്കും തന്നെ, അവർക്ക് ഇപ്പൊ വരുന്ന വ്യക്തികൾക്കും എല്ലാവർക്കും തന്നെ ചെറിയ വ്യവഹാരത്തോടു കൂടിയിട്ട് എന്തെങ്കിലും പറഞ്ഞു തീർക്കാനോ മാറ്റർ സോൾവ് ചെയ്യാനോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും എന്നുള്ളതാണ്. Then increasing awareness among the public about the duties and the commitments of medical practitioners as and of hospitals. അതേപോലെ തന്നെ പബ്ലിക്കിനും ജനങ്ങൾക്കും എന്താണ്, പൊതുവായി തന്നെ ഈ ജോലിയെ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നിയമ നടപടികൾ എന്താണ് എന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. നമ്മള് കൃത്യമായിട്ടുള്ള നിയമ നടപടികളെ എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലുള്ളവര് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ അതിനെ കുറിച്ചുള്ള അറിവുണ്ടായെങ്കിൽ എന്താണ്, പബ്ലിക്കിനെ ബോധവാന്മാരാക്കാനായിട്ടും ഇതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇൻക്രീസിംഗ് അവയർനെസ് among the public about the duties, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടി എന്താണ്, ആൻഡ് കമ്മിറ്റ്മെന്റ്സ് ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആസ് ആൻഡ് ഓഫ് ഹോസ്പിറ്റൽസ്. ഓക്കെ, നമ്മൾ വായിച്ചു നോക്കാം, എന്തെങ്കിലും ചോദിക്കാം.
നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എന്തായാലും ഇന്ന് മസ്റ്റായിട്ട് വായിച്ചു നോക്കണോട്ടോ. കാരണം ചെറിയ ചെറിയ ഇതുകളാണെങ്കിലും എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി പോകണമെങ്കിൽ നാം തന്നെ വായിച്ചു നോക്കി ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എഡ്യൂക്കേഷൻ അതായത് ചെറിയ വ്യവഹാരങ്ങൾ എന്നാണ് അതിന്റെ എക്സാക്ട് മീനിങ്. ചെറിയ ലിറ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ ചെറിയ വ്യവഹാരങ്ങളെ ചിലർക്ക് സ്വയം പരിരക്ഷിക്കാനായിട്ട് സാധിക്കും. ഇവർക്ക് എന്തെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. വരുന്ന ഏത് പേഴ്സൺസിനാണെങ്കിലും പബ്ലിക് ആരാണെങ്കിലും അവർക്ക് അത് എല്ലാം അറിയണമെന്നില്ല. പക്ഷെ ഇവർക്ക് കുറച്ച് വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് മെഡിക്കൽ ലീഗൽ കേസസ് കണ്ടിന്യൂ ചെയ്തോട്ടെ. മെഡിക്കൽ ലീഗൽ കേസസ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. is a case of injury or illness where the attending doctor after taking the history of a illness and clinical investigation considers that investigations by law enforcing agencies are warranted to find out the creditors and fix responsibility regarding the same. അതായത് ഇതിൽ പറയുന്നത് നമുക്കിപ്പോ ഒരു ചെറിയൊരു കേസ് നമ്മൾ ആലോചിച്ച് നോക്കാം. എന്തെങ്കിലും ഒരു അടിപിടി കേസായിട്ട് വന്നിരിക്കുകയാണ്, അപ്പോ എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡോക്ടേഴ്സ് എന്താണ് അവരെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ സംഭവിച്ചെന്നുള്ള ഒരു ഹിസ്റ്ററി ചോദിച്ചറിയണം. അപ്പൊ അല്ലെ നമ്മൾ ചോദിച്ചറിയുമ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ പറയാ ഇങ്ങനെ അടിപിടി കൂടിയിട്ടാണ് തല്ലുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു മുറിവ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഹിസ്റ്ററി അവർ ചോദിച്ചറിയണം. അതോടൊപ്പം തന്നെ ക്ലിനിക്കിൽ ഇപ്പൊ എന്താണ് ആളത്തിലുള്ള മുറിവാണോ അല്ലേ എന്ന് ഡോക്ടറെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയാണ് ഈ കേസ് വന്നതെന്നുള്ള കാര്യമല്ല ആ ഡോക്ടറിന് ആ മുറിവ് അത് എങ്ങനെ വന്നു ആ ഹിസ്റ്ററിയാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ചികിത്സയുമാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. അതിനുശേഷം ഇത് എങ്ങനെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കാം അല്ലെ. അതിന് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോലീസുകാരെ ആണെങ്കിലും ആരെയാണെങ്കിലും വിളിച്ച് കാര്യങ്ങൾ ബോധവാന്മാരാക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള പെർമിഷൻ അവർക്ക് ഡോക്ടറിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടറിന്റെ ഡ്യൂട്ടി എന്താണ്, എങ്ങനെയാണ് ഈ ഇഞ്ചുറി ഉണ്ടായത് അതിന്റെ മാറ്റർ അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി ഉള്ള പെർമിഷൻ ആർക്കാണ് കൊടുക്കുന്നത്, മറ്റ് പേഴ്സൺസിന്റെ മറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന വ്യക്തികൾക്കാണ് പെർമിഷൻ കൊടുക്കുന്നത്. ഡോക്ടർ തന്നെ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശോധിച്ച് കണ്ടെത്തുക അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാം. അപ്പൊ അവര് വന്ന് അതെങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള നിയമ നടപടിയുള്ള കാര്യങ്ങളൊക്കെ അവര് കൈകാര്യം ചെയ്തു. ഇത് തന്നെയാണ് ഇതിൽ പറയുന്നത് is a case of injury or illness where the attending doctor after taking the history of the illness ആദ്യം തന്നെ ആ ഹിസ്റ്ററി അതിന്റെ ആ ഇല്ലസിന്റെ അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തും. അതിന്റെ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ കാര്യങ്ങളൊക്കെ നന്നായി. Considers that investigation by law enforcing agencies are warranted to find out. ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെ ലോ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ആർക്കെങ്കിലും എൻഫോഴ്സിംഗ് ഏജൻസിക്ക് പെർമിഷൻ കൊടുക്കുകയാണ്. ഫൈൻഡ് ഔട്ട് വിത്ത് സർക്കംസ്റ്റൻസ് ആൻഡ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി റിഗാർഡിംഗ് ദ സെയിം. അത് നിർണ്ണയിക്കുന്നത് അത് നിർവഹണ കാര്യങ്ങളുടെ ഏജൻസിനെ ഏൽപ്പിച്ചിട്ട് അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അതിന് ഫിക്സ് റെസ്പോൺസിബിൾ അത് അവരുടെ കടമയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആ ഇൻവെസ്റ്റിഗേഷനിലുള്ള പേഴ്സന്റെ കടമയാണ് എന്നുള്ളതാണ് മെഡിക്കൽ ലീഗൽ കേസസിൽ പറയുന്നത്. കേസുകൾ ഉണ്ടായി വരാം. അതില് ഡോക്ടറിന്റെ ഡ്യൂട്ടി എന്താണ്, എങ്ങനെയാണ് മുറിവുണ്ടായി ആ മുറിവിന് ഉള്ള ചികിത്സ അല്ലെങ്കിൽ എന്താണ് രോഗം ആ രോഗത്തിന്റെ ചികിത്സ അതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി ലീഗൽ ഇഷ്യൂസിനൊക്കെ ഉള്ളത് അവർക്ക് ഫ്രീ ആയിട്ട് മറ്റാരെങ്കിലും അപ്പോയിന്റ്മെന്റ് ചെയ്യലെ അവർക്ക് ഇതിൽ ബാധ്യതയിൽ പെടുന്നതല്ല മറ്റാർക്കെങ്കിലും വിട്ടുകൊടുക്കുകയാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത്. ഇനി ഇത്തരത്തിലുള്ള കേസുകളുടെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് മെഡിക്കോ ലീഗൽ കേസസ് ഇത്തരത്തിലുള്ള കേസുകളാണ് ഇത്തരത്തിലുള്ള ഡോക്ടേഴ്സിന്റെ പെർമിഷൻ കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് RTA. RTA എന്ന് പറയുന്നത് എന്താണ്, റോഡ് ട്രാഫിക് ആക്സിഡന്റ്.
നന്നായി തന്നെ ഇതുണ്ട്. റോഡ് ട്രാഫിക് ആക്സിഡന്റ് എന്നാണ് ആക്ച്വലി. Then real accidents, factory accidents, or any other strange accidents. അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള അപരിചിതമായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള ഡ്യൂട്ടിയാണ് ഡോക്ടേഴ്സ് നിയമ നടപടികളാണ് ചെയ്യുന്നത്. എന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെ, റോഡ് ആക്സിഡന്റ് ആണ് നടത്തിയെന്ന് അത് മനസ്സിലാക്കുന്നു, അതോടൊപ്പം തന്നെയുള്ള ചികിത്സ നടത്തുന്നു. ബാക്കി അത് എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റ് ഏജൻസികളെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. Then സസ്പെക്ടഡ് ഹോമസൈഡ്, സൂയിസൈഡ്സ്, അതായത് എന്തെങ്കിലും ആത്മഹത്യകൾ, അത് സംശയാസ്പദമായ കാര്യങ്ങളാണെങ്കിൽ കൂടി അതെല്ലാം എന്താണ് മറ്റുള്ളവർക്ക് അത് അന്വേഷിക്കാനുള്ള ചുമതല ഇൻവെസ്റ്റിഗേറ്ററിനാണ് കൊടുക്കുന്നത്. Then സസ്പെക്ടഡ് എവിഡന്റ് പോയിസൺസ്, ആൽക്കഹോൾ ഇൻടോക്സിയേഷൻ, അതായത് എന്തെങ്കിലും നമ്മുടെ അല്ലെ കൂടുതലായിട്ട് ആൽക്കഹോൾ ആയിട്ട് പറഞ്ഞ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ മറ്റേ ഏജൻസിനെയാണ് ഏൽപ്പിക്കുക. ബേൺ ഇഞ്ചുറീസ്, ഓവിങ് അല്ല അവിടെ ഡ്യൂ ടു ബേൺ ഇഞ്ചുറീസ് ഡ്യൂ ടു എനി കേസസ്, ഇലക്ട്രോക്ഷൻ, അതായത് ഇലക്ട്രോക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷോക്ക് പോലെയുള്ള അവസ്ഥ. അങ്ങനെ ഷോക്ക് അടിച്ചൊക്കെ പെട്ടെന്ന് ഷോക്ക് കൊണ്ടൊക്കെ വ്യക്തികൾ വരുമ്പോൾ ചികിത്സ നടപ്പാക്കാം. പക്ഷെ എങ്ങനെയാണ് ഷോക്ക് സംഭവിച്ചതെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ നിയമിക്കുന്നതാണ്. ഫിസിക്കൽ അസൾട്ട് കേസസ്, അതായത് ശാരീരിക ആക്രമണത്തോടു കൂടിയിട്ട് വരുമ്പോൾ ഫിസിക്കൽ അസൾട്ട് കേസസ്. അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്, എന്തെങ്കിലും അനിമൽസിന്റെ ഒക്കെ ആക്രമണം അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യും. മാസ് ഫുഡ് പോയിസണിങ്, അതായത് കൂട്ട ഭക്ഷ്യ വിഷബാധയൊക്കെ വരുമ്പോഴും ഡോക്ടേഴ്സ് രോഗം എന്താണെന്ന് നിർണയിച്ചിട്ട് അതിനനുസരിച്ചുള്ള ചികിത്സ നടക്കും. ബാക്കി കാര്യങ്ങളെല്ലാം ലോ പോലെ തന്നെയാണ് നടക്കുക, നിയമവിധേയമായിട്ട് തന്നെ. പിന്നെ കേസ് ഓഫ് സെക്ഷൽ അറ്റാക്ക് നമുക്കറിയാം, എന്തെങ്കിലും ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടത്തുമ്പോൾ സസ്പെക്ടഡ് ഓർ ഒബീവിയസ് ക്രിമിനൽ അബോർഷൻ, അതേമാതിരി തന്നെ ക്രിമിനൽ ആയിട്ടുള്ള അബോർഷൻ കേസുകളൊക്കെ കൊണ്ടുവരുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുക. ഇഞ്ചുറി കേസസ് വേർ ഫോൾസ് പ്ലേ ഈസ് സസ്പെക്ടഡ്, എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെ അതില് ഒരു ഇതുണ്ട്, ഫോൾസ് എന്നുള്ള തെറ്റിത് എങ്ങനെയല്ലേ കളിക്കുന്നതിന്റെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അത് ഫൗൾ ചെയ്തിട്ടാണ് സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഡോക്ടറിന്റെ ഡ്യൂട്ടിയല്ല. ഡോക്ടർ അത് എന്താണ് ചികിത്സ അത് മാത്രമേ ഡോക്ടർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള കളികളുടെ ഇടയ്ക്കുള്ള ചതി കാര്യങ്ങളെല്ലാം മറ്റാരെങ്കിലും അന്വേഷിക്കേണ്ടത്. ഇൻഷുറി കേസസ് വേറെ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, ഭാവിയിൽ മരണത്തിന് വിധേയമാക്കാമെന്നുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇഞ്ചുറീസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ. അൺകോൺഷ്യസ് കേസസ് വേർ റീസൺ ഓഫ് ഇറ്റ് ഈസ് അൺക്ലിയർ, അതായത് അബോധാവസ്ഥയിൽ ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് അബോധാവസ്ഥ വന്നതെന്നുള്ളത് ക്ലിയർ അല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ. brought the dead cases where criminal offense is suspected, സംശയാസ്പദമായ രീതിയിൽ ഡെഡ് കേസുകളൊക്കെ കൊണ്ടുവരുമ്പോൾ കേസസ് റെഫേർഡ് ഫ്രം കോർട്ടിന്റെ കീഴിലുള്ള കേസുകളൊക്കെ റെഫർ ചെയ്ത് വരുമ്പോൾ എല്ലാം എന്താണ് ഡോക്ടേഴ്സ് ഈ രീതിയിലാണ് അവരുടെ ട്രീറ്റ്മെന്റ് വരുന്നത്. ഡോക്ടർ എന്താണ് രോഗം എന്നുള്ള ഹിസ്റ്ററി മനസ്സിലാക്കി ചികിത്സ നടത്തുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധനയും തെളിവും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് മറ്റൊരു ഏജൻസി ആയിരിക്കും. എൻഫോഴ്സിംഗ് ഏജൻസി വന്നിട്ടാണ് അതിലെ കാര്യങ്ങളൊക്കെ ആരാണോ ഏൽപ്പിച്ചിരിക്കുന്നത് അവർ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. അത് തന്നെ ചെറിയൊരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ലോയുമായി ബന്ധപ്പെട്ട് ഏത് കേസുകളും രണ്ട് കേസൊക്കെ ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഇതിൻ്റെതായ നിയമവശങ്ങളെല്ലാം ലോയിൽ കൂടെ പോകുള്ളൂ, അതായത് നിയമത്തിലൂടെ മാത്രമേ പോകുള്ളൂ എന്നുള്ളതാണ് ഇതിൽ മീൻ ചെയ്യുന്നത്. ബാക്കി ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ മാത്രമാണ് ഡോക്ടർ ചെയ്യുന്നത്. അതിന്റെ നിയമവശങ്ങളെല്ലാം അത് മിസ്ലേനിയസ് എന്തെങ്കിലും ആക്ടുകൾ ഉണ്ടാവും, വേറെ ആക്ടിവിറ്റികൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പോകും. മെഡിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പോകും. ജനറൽ ആക്ടുകൾ ഉണ്ട്. എല്ലാത്തിനും ഓരോ നിയമങ്ങളാണ് അല്ലെ. ആക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിയമവശങ്ങളാണ്. അപ്പൊ ആ ആക്ട് അനുസരിച്ചിട്ടാണ് എല്ലാം പോകുന്നത്. ഇപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടെങ്കിൽ അത് ഉപഭോക്താക്കൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന തരത്തിലുള്ള നിയമങ്ങളാണ്. ആക്ട് അനുസരിച്ചിട്ട് ആ നിയമങ്ങൾ പോകുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ നിയമവശം ഉണ്ടായെങ്കിലും ആ നിയമവശത്തെ കൂടെ മാത്രമേ പോകുള്ളൂ.
ചികിത്സ എന്നുള്ള കാര്യം മാത്രമേ ഡോക്ടർമാർക്ക് ഹോസ്പിറ്റലിൽ സേവനം മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരം കേസുകൾ എടുത്ത് പറയുന്നത് ഇത്തരം കേസുകളിലല്ല, ഈ രീതിയിലാണ് പ്രധാനമായിട്ടും ഡോക്ടറിന്റെ സേവനം കാഴ്ചവെക്കുന്നത്. വായിച്ചു നോക്കാം. എന്തെങ്കിലും ക്ലിയർ ആവേണ്ടതുണ്ടോ? ഡൗട്ടുകൾ വല്ലതും? ഇന്ന് തന്നെ വായിച്ചു നോക്കാം. ഇത് നെക്സ്റ്റ് കാണാം. ബൈ.